വതജിബു റിആയത്തു ജമീഇ ഹുറൂഫിഹാ. വലൗ അബ്ദല എന്നാണ് മത്തിന്. അപ്പം അത് എന്തിൻ്റെ മേലെ എന്താക്കിയതാ? തഫ്രീ ആക്കിയതാ. ഒരു മഹദൂഫിൻ്റെ മേലെ. അതിൻ്റെ എല്ലാ ഹർഫുകളെയും റിആയത്ത് ചെയ്യൽ, സൂക്ഷിച്ച് ഉച്ചരിക്കുക എന്ന റിആയത്തിൻ്റെ അർത്ഥം. അതിന് അത് നിർബന്ധമാണ്, ഫാത്തിഹയുടെ എല്ലാ ഹർഫും. അപ്പോൾ ഹൈനൈദിനല്ലോ അബ്ദല. അപ്പോൾ ഇതിനെ ഇബ്ദാൽ ചെയ്തു. ലോ അബ്ദല ലാദൻ ബിലാ ഇന്നമത്തിന്. അതിൻ്റെ ഇടയ്ക്ക് വേറെ പറയുന്നത് ലോ അബ്ദല ഹാ അൽ ഹംദി ഹാ അൽഹംദുലില്ലാഹി. അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞതിൻ്റെ ഹാഇനെ പകരമാക്കി ഹാ ആയിട്ട് പകരമാക്കി. ഔ നതഖ ബി ഗാഫിൽ അറബി. അറബികളുടെ ഗാഫ് എന്നാ. അൽ മുത്തറദ്ദിദത്തി ബൈനഹ വ ബൈനൽ ഖാഫി. ആ ഗാഫ് അത് മുത്തറദ്ദിദത്താണ്. എന്തിൻ്റെ ഇടയില്? ബൈനഹ വ ബൈനൽ ഖാഫി എന്ന ഖാഫിന്റെയും കാഫിന്റെയും ഇടയില്. അവിടെ ബി ഖാഫിൽ അറബി എന്ന് ഖാഫാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ അപ്പോ നതഖ അൽ മുത്തറദ്ദിദത്തി ബൈനഹ വ ബൈനൽ കാഫി എന്നാണ്. വ ബൈന നതഖ ബി ഗാഫിൽ അറബ്. അവിടെ കാഫ് എന്നാണ് എഴുതിയ. അൽ മുത്തറദ്ദിദത്തി ബൈനഹ എന്ന് പറയുമ്പോൾ കാഫിലേക്ക്. വ ബൈനൽ കാഫി എന്നാണ് ശേഷം വേണ്ടിയത്. എൻ്റെ ഈ മിസ്രി നുസ്ഖ വക്കലടിച്ചതിൽ വ ബൈനൽ കാഫി എന്ന് രണ്ടിടത്തും കാഫായ പറ്റൂലല്ലോ. അപ്പം അത് ഗാ എന്ന് പറയും. ഇത് ഫാരിസി ഭാഷയിലുള്ള ഗാ ആണ്. അത് അറബികൾ അങ്ങനെ ഉച്ചരിക്കുക എന്ന് പറഞ്ഞത്, അറബികൾ അസില് ആരാണ്? യമനികളാണല്ലോ. യമനികൾ ഗാഫ് എന്നല്ലേ പറയാ. മിസ്രികളും അങ്ങനെ ഗാഫ് എന്ന് പറയാം, ഹഗ് എന്നൊക്കെ അല്ലേ പറയാ. അപ്പൊ ഗാല എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ ഉച്ചരിച്ചാല് അപ്പൊ കാഫിന് പകരം ഗ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നിങ്ങനെ ഓതുവര്. അപ്പൊ അങ്ങനെ ഗാഫ് ഉച്ചരിച്ചാൽ വൽ മുറാദു ബിൽ അറബി അൽ മൻസൂബത്തു ഇലൈഹിം. അപ്പൊ അറബികളുടെ ഗാഫ് എന്ന് പറയാൻ കാരണം എന്താ? അറബികളെ കൊണ്ട് ഉദ്ദേശം പിന്നെ ഫസീഹായ അറബികളല്ല. ഫസീഹായ അറബികളാണെങ്കിൽ അവരുടെ ഉച്ചാരണല്ലേ ഇവിടെ പരിഗണിക്കുക. അത് അവരല്ല ഉദ്ദേശം. അറബികൾ എന്ന് പറഞ്ഞാല് അൽ മൻസൂബത്തു ഇലൈഹിം, അറബികളിലേക്ക് നസബ ചേരുന്നവര്. അഖ്ലാത്തുഹുമുല്ലദീന ലാ യുഅ്തദ്ദു ബിഹിം. പിന്നെ അൽ മൻസൂബത്തു ഇലൈഹിം, അവരിലേക്ക് ചേർക്കപ്പെടും. ആര് ചേർക്കപ്പെടും? അഖ്ലാത്തുഹും, അവരുടെ കൂടെ നടക്കുന്നവർ. അപ്പൊ അൽ മൻസൂബത്ത് എന്ന് പറഞ്ഞത് അറബിന് സിഫത്തല്ല, മുറാദ് എന്നതുകൊണ്ട് ഉദ്ദേശം അഖ്ലാത്തുഹും എന്ന. അപ്പോ പിന്നെ സിഫത്ത് ഗൈറുമാഹു അലഹൂനായിട്ടാ. അങ്ങനെയാണ്. വൽ മുറാദു ബിൽ അറബി അൽ മൻസൂബത്തു ഇലൈഹിം അഖ്ലാത്തുഹും അല്ലദീന ലാ യുഅ്തദ്ദു ബിഹിം. അവരെ പരിഗണിക്കൂല, അവരുടെ ഉച്ചാരണമൊന്നും പരിഗണിക്കൂല. അപ്പൊ അൽ മൻസൂബത്തു എന്നുള്ളതിന്റെ ഫായിലാണ് അഖ്ലാത്തുഹും. അൽ മൻസൂബത്തു എന്ന് പറഞ്ഞ മുറാദു എന്നുള്ളതിന്റെ ഖബറാണ്. മുറാദ് എന്നതിന്റെ ഖബറാണ് അൽ മൻസൂബത്തു ഇലൈഹിം അഖ്ലാത്തുഹും അല്ലദീന ലാ യുഅ്തദ്ദു ബിഹിം. അപ്പൊ ഇവരാണ് അറബികളിലേക്ക് അവരുടെ കൂടെ എന്താണ് കൂടിച്ചേർന്നത് കൊണ്ട് അവരിലേക്ക് എന്ത് ചെയ്യുക? നസബ ചേരുന്നു എന്നല്ലാതെ, ചേർത്ത് പറയുന്നു എന്നല്ലാതെ അവർ അസല അറബികളല്ല. വലിഹാദ നസബഹ ബഅദുൽ അയിമ്മത്തിലെ അഹ്ലിൽ ഗർബി വസഈദി മിസ്ർ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ചില ഇമാമിങ്ങൾ ഈ ഗാഫിനെ ചേർത്തത്. നസബഹ, ഈ ഗാഫിനെ ആരിലേക്ക് ചേർത്തു? അഹ്ലുൽ ഗർബ് എന്ന് പറഞ്ഞു. അറബ് എന്നല്ല, ഗർബിന്റെ എന്താണ് അഹ്ലുകാര്. എന്നപോലെ മിസ്ർ നാട്ടുകാര്,
സയ്യിദ് മിസ്ർ. അപ്പൊ മിസ്ർ നാട്ടുകാര് എന്നിങ്ങനെ ചിലർ പറയാൻ കാരണം അതാ, ശരിക്കും അസലറബികളുടെ ഉച്ചാരണം അല്ലത്. പിന്നെ അവരിലേക്ക് നസബ ചേരുന്ന അവരുടെ അഖലാത്താണ് ഉദ്ദേശം, കൂടെ ജീവിച്ചവർ. പിന്നെ ബത്തലത്ത്, അപ്പൊ അങ്ങനെ ആക്കിയാലോ, ഒന്നിങ്ങനെ പകരാക്കി അല്ലെങ്കിൽ ഗാഫ് ഉച്ചരിച്ചാല് നിസ്കാരം ബാത്തിലാവും. ഇല്ല ഇൻ താഴ്തറാലേഹി താല്ലുമു ഖബല ഖുറൂജിൽ വക്തി, നിസ്കാരത്തിന്റെ സമയം ഖാരിജാകുന്നതിന് മുമ്പ് പഠിക്കൽ സാധിച്ചില്ലെങ്കിൽ അപ്പൊ ബാത്തിലാവൂല. ഇനി വക്തിലാഉ കലാമി ജമ്മിൻ ബൽ സരീഹുഹു അസ്സിഹത ഫി ഗാഫിൽ അറബ്. നേരത്തെ പറഞ്ഞ ഹായിന അൽഹംദു എന്നുള്ളടുത്ത് അൽഹംദു എന്ന് ഓതിയാ ബാത്തിലാവും എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ ഈ ഗാഫുൽ അറബ് ഉച്ചരിച്ചാൽ നിസ്കാരം സഹിയാകുമെന്നൊരു ജമ്മു പറഞ്ഞിട്ടുണ്ട്. അവരുടെ കലാമ് തേടുന്നു എന്നല്ല, അതിന്റെ സരീഹ് തന്നെ. ഇഖ്തിലാ വൈൻ ഖദറ, ഇവന് സാധിച്ചാലും ശരി, എന്തിന് ആ പിന്നെ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് പഠിക്കാൻ കുതിരത്തുണ്ടെങ്കിലും നിസ്കാരം സഹിയാകും എന്ന് പറഞ്ഞത് ലഈഫുൻ, അത് ലഈഫാണ്. പിന്നെ ഇവര് അത് ഉത്തരേന്ത്യക്കാരും അങ്ങനെ എന്താവും, അവരുടെ അനുസരിച്ച് ലാദ് എന്നുള്ളതിന് സാ എന്ന് പറയുമല്ലോ. ഇതിപ്പോ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. അങ്ങനെ പല നാട്ടിലും ഉണ്ട്. അവരുടെ സ്വമേധയാ ഉള്ള ഉച്ചാരണം അനുസരിച്ച് ചില ഹർഫിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് സഹിയാവുമല്ലേ എന്ന് വെച്ചാല് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞതനുസരിച്ച് സഹിയാവില്ല, പഠിക്കണം കഴിയുമെങ്കിൽ എന്നാൽ ഈ ജമ്മിന്റെ അഭിപ്രായം അനുസരിച്ചാണ് നിഹായൊക്കെ പോകുന്നത്. മദീനുള്ളതാ. ഖിലാഫൻ ലി ശൈഖുൽ ഇസ്ലാം അൻ നിഹായ വൽ മുഗ്നി വഗൈരിഹിം മിനൽ മുതഅഖിരീൻ. അവരെല്ലാവരും അത് സഹിയാണ് എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞു ഷർവാനി. ഫി ഗാഫിൽ അറബ് വൈൻ ഖദറ ലഈഫുൻ ലിമാ ഫിൽ മജ്മൂ. ലഈഫാൻ കാരണം മജ്മൂഇൽ പറഞ്ഞു അന്നഹു ഇദാ നതഖ ബിസീനിൻ, സീൻ ഉച്ചരിച്ചു, മുത്തറദ്ദിദത്തിൻ ബൈനഹ വ ബൈന സാദി, സീന് സ്വാദ് ഇത് രണ്ടിന്റെ ഇടയിൽ മുത്തറദ്ദിദായ, സീനും അല്ല സ്വാദും അല്ല, അല്ലാതെ ഇങ്ങനെ ഉച്ചരിച്ചാൽ ബത്തലത്ത്, നിസ്കാരം ബാത്തിലാവും. ഖദറ, എനിക്ക് കുതിരത്തുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ. വൈല്ല ഫല, പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ബാത്തിലാവും. ഇല്ലേ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് പഠിക്കാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ബാത്തിലാവൂല. വൈജിരി ദാലിക ഫീ സായിരി അൻവാഇൽ ഇബ്ദാലി. ഇതിപ്പോ സീനും എന്ന പോലെ ഗാഫും അതാണ് പറഞ്ഞത് അല്ലെ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇബ്ദാലിന്റെ എല്ലാ സ്ഥലത്തും ഇത് വരും. പിന്നെ കുതിരത്തുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും, ഇല്ലെങ്കിൽ ബാത്തിലാവൂല എന്നല്ലേ. വൈല്ലം യതഗയ്യരിൽ മഅന, അത് മഅന വ്യത്യാസം വന്നില്ലെങ്കിലും ശരി ഇത് വരും. ഏതുപോലെ കൽ ആലിമൂന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലിമൂൻ എന്ന് പറഞ്ഞു. ഫഹീന ഇതിൻ ലൗ അബ്ദല, അപ്പൊ അവിടെ മഅന മാറുന്നില്ല, ഇങ്ങനെ ഉച്ചരിച്ചു. അപ്പൊ എന്തായി, അത് പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, അജിസില്ലാത്തതുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നല്ലേ ഇപ്പൊ വന്നത്. പിന്നെ ഇനി അപ്പൊ അതനുസരിച്ച് എല്ലാത്തിലും വരുമെന്ന് പറഞ്ഞപ്പോ ലൗഅബ്ദല ലാദൻ, ഒരാള് ലാദിനെ പകരമാക്കി. മിൻഹ, ഫാത്തിഹയിൽ നിന്നുള്ള ലാദ്, അത്ത ബദലഹ, അതിന് പകരം കൊണ്ടുവന്നു. നബി ലാ കൊണ്ടുവന്നു. അപ്പൊ അവിടെ എന്തിനാ അതിന് അത്ത ബദലഹ എന്ന് പറഞ്ഞത്? ലാദിന് പകരം ലാ കൊണ്ടുവന്നു. അപ്പൊ ലാദ് ഒഴിവാക്കി ലാ കൊണ്ടുവന്നു. വഅഅമു അന്നൽ ബാഅ മഅൽ ഇബ്ദാലി ഇന്നമാ തദ്ഖുലു അലൽ മത്റൂക്കി മർദൂദുൻ കമാ മർറ മഅ തഹ്രീരിഹി ഫിൽ ഖുത്ബത്തീൻ. അതായത് ഈ അബ്ദല എന്ന് പറയുമ്പോൾ അബ്ദല ബിഹി എന്നറിയല്ലോ. ഈ ബാ ഏതിലാ കിടക്കേണ്ടത്? ഒഴിവാക്കുന്ന കാര്യത്തിലാണ് നടക്കേണ്ടത്. അപ്പൊ ഇവിടെ ലാദ് ഒഴിവാക്കിയിട്ട് ലാഇനെ കൊണ്ടുവരിക. അപ്പൊ വലോ അബ്ദല ബി ലാദിൻ ലാ അൻ എന്നിങ്ങനെ വേണമെന്നാണ് ചിലർ വാദിച്ചത്. അതാ ഇബ്ദാലിനോട് കൂടെയുള്ള ബാ ആകുന്നത് ഇന്നമാ തദ്ഖുലു, അതായത് ഇബ്ദാലി ഫെയില് എന്നർത്ഥം. അബ്ദല ഇബ്ദാൽ, അത് പ്രവേശിക്കും അലൽ മത്രൂക്കി, മത്രൂക്കുണ്ടാവും മഹത്തിയും ഉണ്ടോ, ഒന്ന് ഒഴിവാക്കിയതിന് പകരം കൊണ്ടുവരല്ലേ. അപ്പൊ ലാദിനെ ഒഴിവാക്കുന്നു, അതിലാണ് ബാ കിടക്കേണ്ടത് എന്ന് പറഞ്ഞ വാദം മർദൂദാണ്. കമാമറ മഅ തഹ്രീരിഹി, അത് മർദൂദാന്ന് മുമ്പ് ഖുത്ബയിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ തുഹ്ഫന്റെ കിതാബിന്റെ ആമുഖത്തിൽ, അതിന്റെ തഹ്രീറോടുകൂടെ. പിന്നെ
അപ്പൊ അങ്ങനെ എന്താണ് ഈ സീനും സാദും ഒന്നും തിരിയാണ്ട് ഉച്ചരിച്ചാൽ മതിയാവൂല എന്നർത്ഥം. കുറേ ആൾക്കാരുടെ ഖിറാഅത്ത് അങ്ങനെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അങ്ങനൊന്നും സീന് സിറാത്ത അതൊന്നും അങ്ങോട്ട് തിരിയില്ല. എല്ലാവരും ഒരു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എല്ലാം സീനും സാദും എല്ലാം ഒരുമാതിരിയാ. കാഫും ഖാഫും എല്ലാവരും അങ്ങനെ അവർ പറയുന്നൊരു കോലാപ്പം ഉള്ളത്. പിന്നെ ഇപ്പൊ ഈ ഖിറാഅത്ത് പഠിക്കാനൊക്കെ വളരെ സൗകര്യം. അതായത് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഖിറാഅത്ത് ഒന്ന് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഒരു നല്ല കാരിന്റെ ഖിറാഅത്ത് യൂട്യൂബ് നോക്കി എടുക്കുക. എന്നിട്ട് അതും ഇതൊന്ന് മാറ്റി ഒന്ന് കേട്ടു നോക്കിയാൽ മതി. എന്നാ അറിയാം അവരവരുടെ ഖിറാഅത്ത് എത്ര ഉഷാറുണ്ട്, എത്ര തെറ്റുണ്ട് എന്നൊക്കെ അപ്പം അറിയും. അപ്പം അതൊന്ന് പഠിക്കാൻ വേണം. ഖിറാഅത്തിന്റെ ക്ലാസ് അല്ലാതെ ഖിറാഅത്ത് കേട്ടിട്ട് കാര്യമില്ല. ഈ ഹുറൂഫുകൾ ഫാത്തിഹനെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ടല്ലോ, നല്ല കാര്യങ്ങൾ, അറബികളായ കാര്യങ്ങൾ, ആലിമീങ്ങൾ അതുണ്ട്. അത് കേട്ടാൽ കൃത്യമായിട്ട് അറിയാം. പിന്നെ അപ്പോ ലം തസിഹ നിസ്കാരം ചെയ്യാവൂല. അല്ല, ലം തസിഹ ഖിറാഅത്തുഹു തിൽക്കൽ കലിമത്തി, അക്കലിമത്തോതിയത് ശരിയായിട്ടില്ല. ബില്ല സഹി ലി തഗീരിഹി അന്നൽമ വൽ മഅന, കാരണം ഇവിടെ എന്താണ് മഅനയും മാറ്റിയിട്ടുണ്ട്, നളുമും മാറ്റിയിട്ടുണ്ട്. നളുമു എന്ന് പറഞ്ഞാൽ പദവിന്യാസത്തിനല്ലേ നളുമു എന്ന് പറയാ. അപ്പൊ ആ നളുമും മാറ്റിയിട്ടുണ്ട്. ഇത് മഅന മാറിയെന്ന് എങ്ങനെ വന്ന് ലാദിനെ ലാ ആക്കിയപ്പോ ഇത് ലല്ല ബിമഅന ഗാബ, ലല്ല എന്ന് പറഞ്ഞാൽ ഗാബ എന്ന് അതിന്റെ അർത്ഥം, അപ്രത്യക്ഷമായി. ലല്ല യഫഅലു കദാ എന്ന് പറഞ്ഞാൽ ബിമഅന ഫഅലഹു നഹാറൻ എന്നാണ്, പകലിൽ ചെയ്തു. അപ്പൊ ഇവിടെ ലല്ലയും ലല്ലയൊക്കെ വലല്ലാലീൻ എന്ന് പറഞ്ഞ ലാല് എന്താണ് ഇസ്മുഫായിലല്ലേ. അപ്പൊ ലല്ലന്റെ അർത്ഥം പോലെ തന്നെ ലാല് എന്നുള്ളതിന്റെ അർത്ഥം മാറുമല്ലോ. ലാലാക്കിയാല് പകലിൽ ചെയ്തവൻ എന്നായി പോകും അർത്ഥം. മറ്റവൻ എന്താണ് ഗായിബായവൻ എന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും. എന്തിനെ തൊട്ട് ഗായിബായി, ഹിദായത്തിനെ തൊട്ട് ആ ഗായിബായി പഴിച്ചു പോയവൻ. പിന്നെ വലാനലി ഉസ്രി തമ്മീസി വ ഖുർബിൽ മഖ്റജി. അപ്പൊ ലാദും ലാവും എന്താണ് അങ്ങനെ തമ്മീസാക്കൽ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ, എളുപ്പമുള്ള കാര്യമല്ലല്ലോ. വ ഖുർബിൽ മഖ്റജി, മഖ്റജ് ഖരീബുമാണല്ലോ എന്നതിലേക്ക് നോട്ടല്ല, രണ്ടും വേറെ വേറെ പറയണം. ലിഅന്നൽ കലാമ കമാ തഖററ, നേരത്തെ പറഞ്ഞ പോലെ ഫീമൻ യുംകിനുഹു നുത്ഖു ബിഹാ, ആ ലാദ് ഉച്ചരിക്കാൻ കഴിയുന്നവൻ ലാ ആക്കി പറഞ്ഞാൽ എന്നാണ്. വമിൻ സമ്മ, ഇങ്ങനെ കഴിയുന്നവനെ ആയതുകൊണ്ട് സറഹു ബി അന്നൽ ഖിലാഫ ഫീ ഖാദിരിൻ ലം യുഅ്തമദ് വ ആജിസിൻ അംകനഹു. ഖാദിറിനെ കുറിച്ചുള്ള ഖിലാഫ് ലം യുഅ്തമദ്, അത് ഇഅ്തിമാദ് ചെയ്യൂല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അയിമത്ത് സരീഹാക്കിയിട്ടുണ്ട്. ഫീ ഖാദിരിൻ എന്ന് പറഞ്ഞാല് എന്തിന് കഴിയുന്നവൻ, സവാബായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്നവനിൽ ഉള്ള ഖിലാഫ് അത് പരിഗണിക്കപ്പെടൂല. അവനത് ഉച്ചരിക്കാൻ തന്നെ വേണം എന്നർത്ഥം. ഇല്ലെങ്കിലും സഹിയാവും എന്ന് പറഞ്ഞ ഖിലാഫ് പരിഗണിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ ഇനി അല്ല, ഫീ ഖാദിരിൻ ലം യുഅ്തമദ് എന്നല്ലല്ലോ, ലം യതഅമ്മദ് എന്നല്ലേ. മിൻ സമ്മ സറഹു ബി അന്നൽ ഖിലാഫ, ഈ ഖിലാഫ് ആരിലാണ്, ബോധപൂർവം ഉച്ചരിക്കാത്ത ഖാദിറിനെ കുറിച്ചാണ്. അപ്പൊ ബോധപൂർവം ഉച്ചരിക്കുന്ന ഖാദിറോ തഅമ്മുദോട് കൂടെ ആണെങ്കിലോ അപ്പൊ നിസ്കാരം ബാത്തിലാവുന്നുള്ള ഉറപ്പന്നെ, ഖിലാഫില്ല. ഇനി ആജിസിൻ അംഗനഹു തഅല്ലുമു, ഖാദിറിലുമാണ് ആജിസിലുമാണ്. എങ്ങനത്തെ ആജിസ്, അംഗനഹു തഅല്ലുമു, അവന് തഅല്ലുമു മുംകിനായിട്ട് ഫതറക്കാതെ ഒഴിവാക്കുകയും ചെയ്തു, അങ്ങനത്തവനിലാണ് ഇത് സഹിയാവോ ഇല്ലേ എന്നിവിടെ പറഞ്ഞ ഖിലാഫ്. ഫില്ല സഹീന്ന് മത്തിൽ പറഞ്ഞില്ലേ, ആ ഖിലാഫിനെ കുറിച്ചാ പറഞ്ഞത്. പിന്നെ ഇതിപ്പോ അമ്മ ആജിസുൻ അൻഹു, ഖാദിറിനെ കുറിച്ച് ഇപ്പൊ അങ്ങനെ ഖിലാഫ് ഉണ്ട് തന്നെ. അപ്പൊ ആജിസായവനോ സവാബിന്റെ മേൽ ഉച്ചരിക്കാൻ പറ്റാത്തവൻ ഫയുജ്സിഉ ഖത്അൻ, അതിനെന്ത് പിന്നെ ഖിലാഫില്ല. അൻഹു എന്ന് പറഞ്ഞത് അനി തഅല്ലുമി എന്നാണ് ഷെർവാനി പറഞ്ഞത്, തഅല്ലുമിന് പറ്റാത്തവൻ. പിന്നെ അതെ ഖിലാഫില്ല, ശരിയാവും എന്ന്.
വ ഖാദിറുൻ അമ്മാ ഖാദിറുൻ ആജിസിന്റെ മേലെ അത്തുഫ അലൈഹി പഠിക്കാൻ കഴിവുള്ളവനോ, അവിടെ പഠിക്കാൻ കഴിവുള്ളവനല്ലല്ലോ, അത് ശരിയായി ഉച്ചരിക്കാൻ കഴിയുന്നവൻ എന്നർത്ഥം. ഇബ്നു ഖാസിം അങ്ങനെയാണ് അവിടെ മടക്കിയത്, ഷെർവാനി എടുത്ത. അപ്പൊ ആജിസുൻ അൻഹു എന്ന് പറഞ്ഞാല് ശരിയായി ഉച്ചരിക്കാൻ കഴിയാത്തവൻ പഠിക്കാനും സൗകര്യമില്ല എന്ന് പറയലല്ലേ നല്ലത്. ഖാദിറുൻ അലൈഹി മുതഅമ്മിദുൻ ലഹു, അത് ബോധപൂർവം ഉച്ചരിച്ചെങ്കിൽ എന്താണ് ഫലാ യുജ്സിഉ ഖത്താൻ, അപ്പൊ ആ ഖിറാഅത്ത് മതിയാകുകയില്ല, ഖത്താൻ ആ നുത്ഖ് മതിയാകുകയില്ല, ഖത്താൻ അവിടെ ഖിലാഫില്ല. ബൽ തബുത്തുലു സലാത്തുഹു ഇൻ അലിമ, ഇവൻ അറിഞ്ഞുകൊണ്ടാ ഉച്ചരിക്കുന്നെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാവുന്നു, ഖിലാഫില്ല എന്ന് പറഞ്ഞു. ഇനി വലോ അത്താ ബിദാലി അല്ലദീന മുഹ്മലത്തൻ, അല്ലദീനന്റെ ദാലിനെ മുഹ്മലത്തായി ദാലായി ഉച്ചരിച്ചു, ബത്തലത്ത് നിസ്കാരം ബാത്തിലാവും. ഖീല അലൽ ഖിലാഫി, നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ അസംവിധാനിയായ ഖിലാഫ് ഉണ്ട് എന്നൊരു അഭിപ്രായം. വക്കീല ഖത്താന ഖിലാഫില്ല എന്നൊരു അഭിപ്രായം. ഫസാമു അദമിൽ ബുത്തലാൻ ഫീഹ മുത്തലഖൻ, അപ്പൊ അങ്ങനെ രണ്ട് കീലുള്ളത്. എന്നാൽ അവിടെ ബാത്തിലാവൂല എന്നുള്ളത് ആ മുത്തലഖൻ ലിഅന്നഹു ലാ യുഗയ്യിറുൽ മഅന ലഈഫുൻ, അത് മഅന മാറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഖാദിറായാലും ശരി എന്ന പോലെ ബോധപൂർവം ആണെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി നിസ്കാരം ബാത്തിലാവൂല എന്നേലും അവർ പറഞ്ഞിട്ട്, മുത്തലഖിന്റെ അർത്ഥം ഞാൻ പറഞ്ഞേ, ഖാദിറായാലും അല്ലെങ്കിലും പിന്നെ എന്ന പോലെ തഅമ്മുദുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാത്തിലാവൂല എന്ന് പറഞ്ഞൊരു സാമ് അത് ലൈഫാണ്. കാരണം അങ്ങനെ അഭിപ്രായമില്ല അവിടെ. തംബീഹുൻ വഖഅ ഫീ ഇബാറാത്തിഹിം ഫീ ഫുറൂഇൻ ഹുനാ മാ യൂഹിമു തനാഫിയ, എന്നാൽ അയിമത്തിന്റെ ഇബാറത്തില് ഫുറൂഇല് ഈ ഫുറൂഇൻ ഹുന ഈ മസല ഇബ്ദാലാക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് അത് ഏത് ഇബ്ദാല്, ദാലിനെ ദാലാക്കുന്നത്, ലാദിനെ ലാ ആക്കുന്നത്, സീനെ സാദാക്കുന്നത്, ഇങ്ങനത്തെ പറഞ്ഞല്ലോ, അതാ ഫുറൂഇ എന്ന് പറഞ്ഞ. അത് ആ ഓരോ മസല പറഞ്ഞപ്പോ തനാഫി തോന്നുന്ന ഒന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാ. വത്തഹ്ഖീഖു അന്നഹു ലാ ഈഹാമ, അവിടെ തനാഫി തോന്നുന്നില്ല എന്നുള്ളതാ ശരി. കാരണം എന്താ, അന്നഹും ഇന്നമാ തലഖൂ ഫി ബഅലിഹ, അതവര് ചില ഫറഅ് വിശദീകരിച്ചപ്പോ അവിടെ ഇത്ലാഖാക്കി ഇത്തിക്കാലൻ അലാമാ ഫുഹിമ മിൻ കലാമിഹിം ഫി നളീരിഹി, ആ ബഅലിന്റെ നളീറിൽ നിന്ന് അറിയപ്പെടുന്ന മനസ്സിലാകുന്ന ഒന്നിനെ ആശ്രയിച്ചുകൊണ്ട് എന്താണ് മറ്റു സ്ഥലത്ത് ഇത്ലാഖാക്കി എന്നേ ഉള്ളൂ, അല്ലാതെ തമ്മിലെതിരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനി വഖദ് ബയ്യന്തു ദാലിക, അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഫി ശറഹിൽ ഉബാബി, ശറഹുൽ ഉബാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബിമാ ഹാസിലുഹു, ഒന്നുകൊണ്ട് വിശദീകരിച്ചു. അതിന്റെ ഹാസിൽ എന്താ, അന്നഹു മത്താ ഖഫഫൽ ഖാദിറു മുഷദ്ദദൻ, ഷദ്ദുള്ളൊരു ഹർഫിനെ തഖ്ഫീഫാക്കി, ഔ ലഹന, അല്ലെങ്കിൽ ലഹിന് മാറ്റി ഉച്ചരിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ ആലമൂന എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന പോലെ, ഔ അബ്ദല ഹർഫം ബി ആഖറ, അല്ലെങ്കിൽ ഒരക്ഷരം മറ്റൊരക്ഷരമായി പകരമാക്കി, ലാദ് ലാ എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ. വലമ്യക്കുനിൽ ഇബ്ദാലു ഖിറാഅത്തൻ ഷാദത്തൻ, ഇങ്ങനെ അക്ഷരം മാറ്റുമ്പോ ആ മാറ്റിയത് എന്തൊരു ഷാദായ ഖിറാഅത്ത് ആയിട്ടുമില്ല. ഏതുപോലെയൊക്കെ ഇന്ന അന്തൈനാക്ക എന്ന് പറഞ്ഞു, ഇന്ന അഴത്തൈനാക്ക എന്നുള്ളതിന് പകരം അന്തൈനാക്ക എന്നൊരു ഷാദായ ഖിറാഅത്തുണ്ട്. അങ്ങനെ മാറ്റിയാല് ഈ പറഞ്ഞ ഹുക്മ് വരൂല. അപ്പൊ അത് 3. പിന്നെ ഔ തറക്കത്തർത്തീബ, അല്ലെങ്കിൽ ഫിൽ ഫാത്തിഹത്തി അവി സൂറത്തി, അല്ലെങ്കിൽ ഫാത്തിഹയിലോ സൂറത്തിലോ തെർത്തീബ് ഒഴിവാക്കി. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് മാലിക് യൗമിദ്ദീൻ നോതി, പിന്നെന്താക്കി അർറഹ്മാൻ റഹീം നോതി. ഇങ്ങനെ ആയാലോ അപ്പോ ഫൈൻ ഖയ്യറൽ മഅന, ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും മഅന വ്യത്യാസം വരുമെങ്കിൽ ബിയൻ ബത്തല അസ്ലുഹു, അങ്ങനെ മഅന വ്യത്യാസം വരിക, അതിന്റെ അസ്ല് ബാത്തിലായി. അസ്ലുഹു എന്ന് പറഞ്ഞാൽ മഅനന്റെ അസ്ല് ബാത്തിലായി. അങ്ങനെ എന്തായി, വേറെ മഅന വന്ന് അവിസ്തഹാല ഇലാ മഅനൻ ആഖറ, ഒന്നിൽ അസ്ല് മഅന ബാത്തിലായാൽ മതി, അപ്പൊ അതിന് തഗ്യീർ എന്നറിയും. അല്ലെങ്കിൽ മറ്റൊരു മഅനയിലേക്ക് മാറി, അപ്പൊ വേറെ പുതിയൊരു മഅന കൊണ്ടുവന്നിട്ടില്ല, അക്കലിമത്തിന്റെ മഅന ഇതുകൊണ്ട് ബാത്തിലായി എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ മഅന വന്നു. ഒമിനു വേറെ മഅന വരുന്നതിൽ പെട്ടതാണ് കസ്റുൽ കാഫി, കസ്റു കാഫി ഇയ്യാക്ക, ഇയ്യാക്ക എന്നുള്ളതിന് എന്ത് ചെയ്തു, ഇയ്യാക്കി എന്ന് പറഞ്ഞു. അപ്പോ പെണ്ണിനോടല്ല ഹിതാബ്, ലാ ലമ്മുഹ, ഇയ്യാക്കു എന്ന് ലമ്മിയൽ എന്തല്ല, ആ മഅന മാറുന്നതിൽ പെട്ടതല്ല.
മറ്റൊരു മയന വരുന്നതിൽ പെട്ടതല്ല. അലിമ വത്തഅമ്മദ, അങ്ങനെ ഉച്ചരിച്ചു, ഇങ്ങനെ മയന മാറി, ഇവൻ അറിഞ്ഞുകൊണ്ട് ഈ മയന മാറുന്നത് അറിയാ ഇവന് ബോധപൂർവ്വം ഉച്ചരിച്ചാൽ ബത്തലത്തു സലാത്തുഹു, എന്ന നിസ്കാരം ബാത്തിലായി. വയില്ല, അങ്ങനെ ബോധപൂർവം അല്ല അല്ലെങ്കിൽ അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ ഖിറാഅത്തുഹു, അവന്റെ ഖിറാഅത്ത് ബാത്തിലാണ്. എന്തിനലി തെലിക്കൽ കെലിമത്തി, അക്കലിമത്തിന്റെ ഖിറാഅത്ത് ബാത്തിലാണ്. ഫലാ യബ്നി അലൈഹ, അപ്പൊ ആ ഖിറാഅത്തിന്റെ മേൽ, ആ ഓതിയന്റെ മേൽ എടുക്കാൻ കഴിയൂല. ഇല്ല അൻ ഖസുറൽ ഫസ്ലു, ഫസ്ല് ഖസീറാണെങ്കിൽ അതിന്റെ മേൽ എടുക്കാന്ന് പറഞ്ഞാൽ അക്കലിമത്തിന്റെ തൊട്ട് മുമ്പുള്ളത് മുതൽ ബാക്കി ഓതുക. ഫസ്ല് തവീലായാലും മൂവാലാത്ത് മുറിയല്ലോ, അപ്പോഴാണ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. യസ്ജുദുൽ സഹ്വി ബിമാ ഇദാ തഗയ്യറൽ മാന, മാന വ്യത്യാസപ്പെടുത്തിയെടുത്ത് എന്താണോ സഹുവിന്റെ സുജൂദ് ചെയ്യണം. ബിമാ സഹാബിഹി മസലൻ, പിന്നെ എങ്ങനെ മാന വന്നു? ബിമാ ഒന്നുകൊണ്ട്, സഹാബിഹി ആ ഒന്നിനെ ഉച്ചരിക്കൽ കൊണ്ട് മറന്നുപോയതാണ്. ആ ഒന്നിനെ മറന്നുച്ചരിച്ചതാണ്. ആ മറന്നുച്ചരിക്കൽ കൊണ്ടാണ് മാന മാറിപ്പോയത്. എന്നാല് സഹുവിന്റെ സുജൂദ് ചെയ്യണം. ബിമാ സഹാബിഹി എന്ന് പറഞ്ഞത് മസലാണ്. ലിഅന്ന മാ അബ്തല അംദുഹു യസ്ജുദു ലിസഹ്വിഹി, അതായത് ബത്തലത്ത് സലാത്തുഹു എന്ന് നേരത്തെ പറഞ്ഞത് സഹുവിന്റെ അവിടെ അംദായി ഉച്ചരിക്കുമ്പോ പിന്നെ നിസ്കാരം ബാത്തിലാകുമെങ്കിൽ അത് സഹുവായി ചെയ്താൽ നിസ്കാരം അല്ല സഹുവിന്റെ സുജൂദ് ചെയ്യണമെന്നില്ല. പറഞ്ഞ കായിക അനുസരിച്ച് ബിമാ സഹാബിഹി മസലൻ എന്ന് പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ അറിയാത്തടുത്ത് അലിമാവ തഅമ്മദ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ തഅമ്മുദിന്റെ മുഖാബലയാണ് സഹു എന്ന് പറയുന്നത്. അലിമ എന്നുള്ളത് ആ ജഹലാണ്. അപ്പൊ ഇവൻ അറിയാതെ പിന്നെ അങ്ങനെ സഹുവിന്റെ സുജൂദ് ചെയ്യാം. ഇവനിങ്ങനെ അറിയാതെ ഇങ്ങനെ ഓതുന്ന വേറൊരുത്തൻ കേട്ട് അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്ത് എന്നാ പിന്നെന്താക്കണോ, അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്യണം, അങ്ങനെ വരുമല്ലോ. അപ്പൊ അജ്റവ് ഹാദ തഫ്സീല, അപ്പൊ ഈ തഫ്സീൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് അലിമ വത്തഅമ്മദ വത്തലത്തു സലാത്തു ഇല്ലാ ഫഖിറാഅത്തു ലിതിൽക്കൽ കലിമത്തി എന്ന് പറഞ്ഞില്ലേ. ആ തഫ്സീൽ ഫിൽ ഖിറാഅത്തി ഷാദത്തി, ഷാദായ ഖിറാഅത്തിൽ നടത്തി ഇദാ ഗയ്യറത്തിൽ മായന മാറ്റിയാല്, അപ്പൊ മായന മാറ്റുന്ന ഷാദായ ഖിറാഅത്ത് ഓതിയാല് അപ്പൊ എന്താവും? നിസ്കാരം ബാത്തിലാവും, അറിഞ്ഞുകൊണ്ടും ബോധപൂർവമാണെങ്കിൽ. ഇല്ലെങ്കിലോ അക്കലിമത്ത് ഓതിയത് ബാത്തിലാണ് എന്ന് അവര് അവിടെയും നടത്തിയിട്ടുണ്ട്. വാത്തിലക്കുൽ ബുത്തുലാന ബിഹ എന്ന പോലെ ഷാദായ ഖിറാഅത്ത് കൊണ്ട് ഓതിയാലേ അത് നിസ്കാരം ബാത്തിലാണ് എന്ന് അവർ ഇത്തിലാക്കാക്കിയിട്ടുണ്ട്. ഇദഷ്തമലത്ത് അലാ സിയാദത്തി ഹർഫിൻ ഔ നഖ്സിഹി, ആ ഷാദായ ഖിറാഅത്ത് അനുസരിച്ച് ഒരു ഹർഫ് അധികമാകുകയോ കുറയുകയോ ചെയ്താൽ അപ്പൊ നിസ്കാരം ബാത്തിലാകും. അത് അറിഞ്ഞാലും എന്താണ് തഅമ്മുദായാലും ഒന്നും അല്ല. അപ്പൊ ഖിറാഅത്ത് ഷാദത്തിന്റെ അവിടെ ഇങ്ങനെ തഫ്സീലുണ്ട്. മാന മാറ്റുന്നത് ഒന്ന് എന്ന പോലെ ഒരു ഹർഫ് സായിദയാകുന്നത് കുറയുന്നത്. വയതഅയ്യനു ഹംലുഹു കമാ അർഷാറ ഇലൈഹി ബഅദുഹു, പിന്നെ അപ്പോ ഈ ഇത്ലാഖിനെ ഹംല് ചെയ്യൽ നിർബന്ധമാണ്. അത്ലഖുൽ ബുത്ലാൻ എന്ന് പറഞ്ഞത് കമാ അർഷാറ ഇലൈഹി ബഅദുഹും അലാ അന്നഹു മിൻ അത്ഫിൽ ഖാസി അലൽ ആമ്മി, എന്തിന്റെ മേൽ ഹംല് ചെയ്യണം? അത് ഖാസിനെ ആമിന്റെ മേൽ അത്ഫ് ചെയ്തതാണ് എന്ന് എന്താക്കണം? ഹംല് ചെയ്യണം എന്ന് ബഅദ് ഇഷാറത്താക്കിയിട്ടുണ്ട്. ഫയഖ്തസ്സു ദാലിക ബിമാ ഇദാ തഗയ്യറൽ മാന ബിസിയാദത്തി ഔ നഖ്സി, അപ്പൊ ഈ തലാഖിനെ അതിന്റെ മേൽ ഹംല് ചെയ്യുമ്പോൾ എന്താണ്? ഈ സിയാദത്തു നുഖ്സാൻ ഉണ്ടായാൽ പോരാ, ആ സിയാദത്തു നുഖ്സാൻ ഉണ്ടാകുന്നതോടുകൂടെ മാന മാറിയാൽ അത് എന്താണ്? അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാകും, ഇല്ലെങ്കിൽ അക്കലിമത്ത് ഓതിയത് ബാത്തിലാകും എന്നിങ്ങനെ ആക്കണം. അയ്യിദുഹു, അപ്പൊ ഈ ഹംലിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞല്ലോ. നാലിക്കാന്ന് പറഞ്ഞാല് ആ ബുത്തലാന് ഖാസാകും, ആ ഇത്ലാഖ് അനുസരിച്ചുള്ള ബുത്തലാന്. പിന്നെ അതിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്, ആ ഇഖ്തിസാസിനെ. അല്ലെങ്കിൽ എന്താ? ഹംല് തഅയ്യുനാണെന്ന് പറഞ്ഞില്ലേ, ആ ഹംലിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. ഹദ്ഫുൽ മുസന്നിഫി ലഹുമാ, മുസന്നിഫ് അത് രണ്ടിനെയും കളഞ്ഞു. ഏതിനെ? ഒരു ഹർഫ് കൂടുക അല്ലെങ്കിൽ ഒരു ഹർഫ് കുറയുക എന്ന് പറഞ്ഞ മസല കളഞ്ഞു. എന്തേ പറഞ്ഞിട്ടുള്ളൂ? മായന തഗീറാക്കോ ഇല്ലേ, ഷാദായ ഖിറാഅത്തിൽ അതേ നോക്കുള്ളൂ. അപ്പൊ സംഗതി ശരിയല്ലോ. അപ്പൊ എന്ത് ഈ പറഞ്ഞ ഹംലും അത് കളഞ്ഞു പറയുന്നത് ഒരുപോലെയാവും. എവിടുന്നാ കളഞ്ഞ? ഫി ഫത്താവിഹി, നബി ഇമാമിന്റെ ഫത്വയിലും തിബിയാനിഹി, തിബിയാനി കിതാബിലൊക്കെ അത് പറഞ്ഞിട്ടില്ല. വഖ്തിസാറുഹു എന്ന പോലെ അലാ തഗീരിൽ മായന, മുസന്നിഫ് നബി ഇമാം എന്താക്കി? ആ ഇഖ്തിസാർ ചെയ്തതും
കളഞ്ഞതും എന്താണ് എന്ന പോലെ ഇഖ്തിസാർ ചെയ്തതും തയ്യീദ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ മേലെ ഇഖ്തിസാർ ചെയ്തു? മഅന തഗീറാക്കുക എന്നതിന്റെ മേലെ ഇഖ്തിസാർ ചെയ്തു. എവിടെ അത്? ഈ ഫത്താവയിലും തിബിയാനിലും ഒക്കെ തന്നെ. വഅന്നഹു ലൗ നത്തഖാ ബിഹർഫിൻ അജ്നബിയ്യിൻ ലം തബ്തുൽ മുത്ലഖൻ എന്ന പോലെ എന്തും തയ്യീദ് ചെയ്യുന്നുണ്ട്. വഅന്നഹു ലൗ നത്തഖാ ഇവൻ ഉച്ചരിച്ചാൽ ബിഹർഫിൻ അജ്നബിയ്യിൻ അജ്നബിയായ ഹർഫ് ഉച്ചരിച്ചാൽ, അപ്പോ ഹദ്ഫുൽ മുസന്നിഫ് തയ്യീദിയും വക്തിസാറുഹു ഇഖ്തിസാറും തയ്യീദിയും ശക്തി നൽകും എന്ന പോലെ ഇതും ശക്തി നൽകുന്ന ഇത് ഉച്ചരിച്ച എന്ത് ഒരുത്തന് ഹദ്ഫിന്റെ മേൽ അത്ഫാണ് അന്നഹു ലൗ നത്തഖ എന്നുള്ളത്. ഇവൻ ഉച്ചരിച്ചാല് ഹർഫുൻ അജ്നബി ഉച്ചരിച്ചാല് എന്താ ലം തബ്തുൽ മുത്ലഖൻ മുത്ലഖായിട്ടും ബാത്തിലാവൂല. പിന്നെ അജ്നബിയായ ഒരു അക്ഷരം ഉച്ചരിച്ചാല് നിസ്കാരം ബാത്തിലാവോ? ഇല്ലല്ലോ, മുത്ലഖായി ബാത്തിലാവൂല. അവിടെ തഫ്സീലുണ്ട്. എപ്പോഴത് മുഫ്ഹിമായ ഒരു എന്താണ് അർത്ഥമുള്ളൊരക്ഷരം അല്ലെ അർത്ഥം ഇല്ലാത്ത രണ്ടക്ഷരം, അങ്ങനല്ലേ വിശദീകരണം. അപ്പൊ അത് മുത്തലക്കായി ബാത്തിലാവൂല എന്നുള്ളതും തയ്യീദ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരക്ഷരം കൂടി എന്നതിന്റെ പേരിൽ നിസ്കാരം ബാത്തിലാവൂല. പിന്നെ തസ്രീഹും ബിദാലിക തഫ്സീലി അതും തയ്യീദ് ചെയ്യുന്നുണ്ട്. തസ്രീഹും അയിമത്ത് തസ്രീഹാക്കി തഫ്സീലും ഉണ്ട്. അവിടെ ഫി തഖ്ഫീഫിൽ മുഷദ്ദദി മുഷദ്ദദായ ഹർഫിനെ തഖ്ഫീഫ് ചെയ്യുന്ന സ്ഥലത്ത് മഅന്ന ഫീഹി നഖ്സ ഹർഫിൻ കണ്ടോ, അവിടെ ഒരു ഹർഫ് ചുരുങ്ങുന്നുണ്ട് എന്നതോടുകൂടെ തന്നെ ഈ തഫ്സീലോടുകൂടെയാണ് അവർ പറഞ്ഞത്. അപ്പൊ ആ തഫ്സീൽ വേണമെന്നർത്ഥം. ഇനി വലാ യുഖാലു ഹാദാ ലൈസ ഫീഹി ഇല്ലാ നഖ്സു ഹൈഅത്തിൻ. ഇത് ഈ തഷ്ദീദിനെ തഖ്ഫീഫാക്കുമ്പോ അവിടെ ഒരു ഹർഫ് കുറവുണ്ട് എന്നല്ലേ പറഞ്ഞത്? അവിടെ ഒരു ഹർഫ് കുറവില്ലല്ലോ. ഹാദാന്ന് പറഞ്ഞാൽ തഖ്ഫീഫുൽ മുഷദ്ദദ് ലൈസ ഫീഹി അയിലില്ല ഇല്ലാ നഖ്സു ഹൈഅത്തിൻ, ഒരു ഹൈഅത്തിന്റെ കുറവല്ലേ ഉള്ളൂ, ഹർഫിന്റെ കുറവില്ല. ഹൈഅത്ത് എന്ന് പറഞ്ഞാല് ഫത്ഹ് കസ്ർ എന്ന പോലെ തഷ്ദീദ് തഖ്ഫീഫ് എന്നൊക്കെ പറഞ്ഞ ഹൈഅത്ത് അല്ലേ, അതിന്റെ ആകൃതിയാണ്, സിഫത്താണ്. ലിഅന്ന സിയാദത്തൽ ഹർഫി ബിശ്ശാദി തശ്മലു ദാലിക. കാരണം ഷാദായ ഖിറാഅത്തിലെ ഹർഫ് കൂടുക എന്ന് പറഞ്ഞത് ഏതിനെ ഉൾക്കൊള്ളിക്കും? ഷദ്ദിനെ ഉൾക്കൊള്ളിക്കും അല്ലെ. ഹർഫ് കൂടുക എന്നുള്ളത് ഷദ്ദിനെ ഉൾക്കൊള്ളിക്കുമെങ്കിൽ ഹർഫ് കുറയുക എന്ന് പറഞ്ഞതോ അപ്പൊ തഖ്ഫീഫിനെ ഉൾക്കൊള്ളിക്കും. അങ്ങനെ ഫന്തഫഅൽ അഖ്ദു ബിലാഹിരി കലാമിഹിം, അപ്പൊ അവരുടെ കലാമിന്റെ ലാഹിർ കൊണ്ട് അഖ്ദ് ചെയ്യാൻ പറ്റൂല. ആ ഇത്ലാഖ് എന്താണ്? മിനൽ ബുത്ലാനി, ലാഹിർ ഇതാണ്. ബാത്തിലാകും ബി സിയാദത്തി വൻ നഖ്സി മുത്ലഖൻ, മഅന മാറ്റിയാലും ഇല്ലെങ്കിലും മുത്ലഖൻ എന്ന് പറഞ്ഞാതാ. പിന്നെ തഹ്റുമുൽ ഖിറാഅത്തിന് ഷാദായ ഖിറാഅത്ത് ഓതുന്നതിന്റെ ഹുക്മെന്ത് എന്ന് പറയുന്നു. തഹ്റുമുൽ ഖിറാഅത്തു ബിശാദിന്, ഷാദായ ഖിറാഅത്ത് ഓതൽ ഹറാമാണ് മുത്ലഖൻ, മുത്ലഖായിട്ടും എന്ന് പറഞ്ഞാല് നിസ്കാരത്തിലാണെങ്കിലും ശരി അല്ലെങ്കിലും എന്നാ ഗർദി പറഞ്ഞ്, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഷാദായ ഖിറാഅത്ത് ഓതൽ ഹറാമാണ്. കയ്യില ഇജ്മാ ഓതൽ ഹറാമാന്നുള്ള ഇജ്മാ എന്നൊരു അഭിപ്രായം വഴുത്തൂരത്. ആ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞതിന് എഴുത്തറാൽ വന്നിട്ടുണ്ട്, ഇജ്മാ ഇല്ല. ഇനി ഷാദായ ഖിറാഅത്ത് ഏതാന്ന് പറയുന്നു? വഹുവ എന്ത് മാ വറാ അസ്സബഅത്തി, 7 കാര്യങ്ങളുടെ ഖിറാഅത്തിന് പുറത്തുള്ളതാണ് എന്ന് പറഞ്ഞു. അതാണ് റാജിഹ്. വഖീല അൽ അശറത്തി, അല്ല 10 പുറത്തുള്ളതാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അഭിപ്രായമുണ്ട്. വന്തസറ ലഹു കസീറൂൻ, ഈ 10 പുറത്തുള്ളതാണ് ഷാദായ ഖിറാഅത്ത് എന്നതിന് ഒരുപാട് ഇമാമിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ റാജിഹാദ്യം പറഞ്ഞതാണ്. പിന്നെ അത് ഖിറാഅത്തിന്റെ കിതാബ് എന്നാ തിരിയ. പിന്നെ ഇബ്നുൽ ജസരി റഹിമഹുല്ലാന്റെ ഒക്കെ ഖിറാഅത്തിന്റെ കിതാബുകൾ ഉണ്ടല്ലോ, അതിന്ന് ഖിറാഅത്തുകൾ വിശദീകരിക്കും. അങ്ങനെ തഫ്സീറിന്റെ കിതാബിൽ ഖിറാഅത്ത് ഫീ ഖിറാഅത്തിൻ കൊരിയ എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഇത് സഹിയായ ഖിറാഅത്താണോ മുതവാത്തിറായ ഖിറാഅത്താണോ ഷാദായ ഖിറാഅത്താണോ അതൊന്നും തിരിയൂല. അത് പിന്നെ ഖിറാഅത്തിന്റെ കിതാബുകൾ നോക്കി തീരുമാനിക്കണം. അങ്ങനെ ഇനി തൽഫീഖ് ഖിറാഅത്ത്, ഇനി 2 ഖിറാഅത്ത് കൂട്ടി എന്താണ് യോജിപ്പിക്കലും അതും ഹറാമാണ്. ഖിറാഅത്തിന്റെ മേലെ തൽഫീഖ് ഖിറാഅത്ത് ഏതുപോലൊക്കെ നസ്ബി ആദമ വ കലിമാത്ത്, 2നും എന്ത് ചെയ്യുക? നസ്ബ് ചെയ്യുക. ഔ റഫ്ഇഹിമ, അല്ലെങ്കിൽ 2നും റഫ് ചെയ്യുക. അതായത് ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് പറഞ്ഞെടുത്ത് ആദമു എന്നുള്ള റഫ്ഉൻ നസ്ബുണ്ട്, ആദമു എന്നുള്ളതിന് റഫ്ഉൻ നസ്ബുണ്ട്, കലിമാത്തിൻ എന്നതിനും റഫ്ഉൻ നസ്ബുമായിട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ ആദമു എന്നുള്ളതിന് റഫ് ആണെങ്കിൽ കലിമാത്തിന് എന്നുള്ളതിന് നസ്ബാണ്. അല്ല ആദമു എന്നുള്ളതിന് നസ്ബാണെങ്കിലോ ഫതലഖ ആദമ മിൻ റബ്ബിഹി കലിമാത്തുൻ. ആദമിന് നസ്ബാണ് കലിമാത്തുൻ റഫ് വേണം. അപ്പൊ ഇത് രണ്ടും റഫ് ചെയ്യലോ അത് പാടില്ല, അത് തൽഫീഖാണ്. രണ്ടും എന്താണ് നസ്ബിയല് റഫ്ഇയല് അത് പാടില്ല, അത് തൽഫീഖാണ്. അത് റഫ്ഇഹിമാ. പിന്നെ വഫിൽ മജ്മൂഅ് യുസന്നു ലിമൻ ഖറഅ ബി ഖിറാഅത്തിൻ മിനസ് സബ്ഇ 7 ഖിറാഅത്തിൽ നിന്ന് ഒരു ഖിറാഅത്ത് ആ ഓതിയാളിന് സുന്നത്താണ് യുത്തിമ്മ ബിഹ, അതന്നെ പൂർത്തിയാക്കുക, ഇടക്ക് മാറ്റാതിരിക്കുക. അപ്പൊ ഇല്ല അങ്ങനെ താമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജാസ, അപ്പൊ അങ്ങനെ ചെയ്യൽ ജായിസാണ്. സുന്നത്ത് അങ്ങനെ പൂർത്തിയാക്കലാണ്, അതില്ലെങ്കിൽ ജായിസാണ്. ഇപ്പോ അല്ല ബിഷർത്തി അല്ലായക്കൂന മാ ഖറഅഹു ബിസാനിയത്തി മുർത്തബിത്തം ബില്ലൂല. രണ്ടാമത്തെ ഖിറാഅത്ത് കൊണ്ട് ഓതുന്ന ആ ആയത്തുണ്ടല്ലോ, അത് ഒന്നാമത്തെ ഖിറാഅത്ത് കൊണ്ട് ഓതിയതുമായി മുർത്തബിത്ത് ബന്ധപ്പെട്ടത് ആകാതിരിക്കണം. മഅന കൊണ്ട് ബന്ധപ്പെട്ടതാകാതിരിക്കണം എന്നർത്ഥം. അപ്പൊ അപ്പുറത്ത് ഓതിയതിന്റെ ബാക്കി 2 ആയത്ത് കഴിഞ്ഞിട്ട് അല്ലദീന എന്ന് പറഞ്ഞിട്ട് 2 ആയത്തിന്റെ മുമ്പുള്ളതിന് സിഫത്തായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഈ അല്ലദീന ഇങ്ങോട്ട് വേറെ ഖിറാഅത്താക്കാൻ പറ്റൂല. അന്തൂരും അങ്ങനെ മുർത്തബിത്താകാതിരിക്കണം എന്ന് പറഞ്ഞാല്, അങ്ങനെ ആയാൽ മുർത്തബിത്തായാൽ ഐൽ ഇസ്തിൽസാമിഹി ഹൈഅത്തൻ ലം യഖറ ബിഹാ അഹദുൻ, അങ്ങനെ ആവുമ്പോ ഒരു കാര്യവും ഓതാത്ത ഒരു രൂപം അവിടെ ലാസിമാകും. അതുകൊണ്ട് അത് പാടില്ല. ഐ എന്ന് പറഞ്ഞ ഫസലിന്റെ ഐ ആണ്. പിന്നെ സുമ്മൈൻ ഗയ്യറൽ മാന അബ്തല വഇല്ല ഫലാ. അപ്പൊ അങ്ങനെ പിന്നെ വേറെ ഖിറാഅത്ത് ഓതുമ്പോ മുർത്തബിത്താണെങ്കിൽ മാന മാറാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ മാന മാറിയെങ്കിൽ അബ്തല നിസ്കാരം ബാത്തിലാക്കും, വഇല്ല മാന മാറിയില്ലെങ്കിൽ ഫലാ നിസ്കാരം ബാത്തിലാവൂല. പക്ഷെ ജായിസ് അല്ല, ഹറാമാണ് അല്ലേ. അപ്പൊ ഈ സബഇയായ ഖിറാഅത്ത് അതൊക്കെ എന്താന്നൊക്കെ ഒന്ന് പഠിക്കണം എല്ലാവരും. ഉലൂമുൽ ഖുർആന്റെ കിതാബൊക്കെ നോക്കിയിട്ട്. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ അതിനെക്കുറിച്ച് ഈ ഓറിയന്റലിസ്റ്റുകളൊക്കെ ആക്ഷേപം പറയുന്നുണ്ട്. റസ്മുൽ ഉസ്മാനിയെ കുറിച്ച് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ എഴുത്തറിയാത്ത ആൾക്കാർ എഴുതിയത് കൊണ്ട് തെറ്റിപ്പോയതാണ്, അതിനെന്താക്കുക റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക എഴുത്ത് എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിക്കാറുണ്ട്. അങ്ങനല്ലേ, സഹാബത്തിന്റെ ഇജ്മാ അല്ലേ, എഴുത്തറിയുന്നവരല്ലേ ഏൽപ്പിച്ചത്. എല്ലാവരും എഴുത്തറിയാത്തവരല്ലോ, നല്ല എഴുത്ത് പരിജ്ഞാനമുള്ളവര് സഹാബത്തിലും അറബികളിലും ഉണ്ടായിരുന്നു. അവരുടെ എഴുത്തിൽ നിന്നാണ് എഴുത്തിന്റെ കായിക തന്നെ ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള നിയമങ്ങൾ. അറബി ഖത്തിന് നിയമങ്ങൾ ഉണ്ടല്ലോ, അത് ഇസ്തിംബാത്ത് ചെയ്ത അവരുടെ എഴുത്തുന്നാ. ഇതുപോലെ നഹ്വിന്റെ സർഫിന്റെ ഒക്കെ നിയമങ്ങൾ ഇസ്തിംബാത്ത് ചെയ്ത അറബി കലാമെന്നില്ല എന്ന പോലെ. പിന്നെ എന്ന പോലെ ഖിറാഅത്തുകൾ മാറിയത് ഇത് പറയുന്നുണ്ട്. അവർക്ക് ഓതിയപ്പോൾ തെറ്റിപ്പോയതാണ്, എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്, അത് ഖിറാഅത്താക്കിയതാണ് എന്നൊക്കെ അവർ ആക്ഷേപം പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ മറുപടി കണ്ടുപിടിക്കണം, അല്ല മനസ്സിലാക്കി വെക്കണം. കണ്ടുപിടിക്കേണ്ട കിതാബുകളിലുണ്ട്, അത് മനസ്സിലാക്കി വെക്കണം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.